ഹായ് സുഹൃത്തുക്കളെ, ലൈനിങ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലൈനിങ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ക്രോസ് ആയതുകൊണ്ട് ഞാനിത് അല്പം ക്രോസിലാണ് ഇട്ടേക്കണേ. ഫുള്ളായിട്ട് ക്രോസിലല്ല ഇട്ടേക്കുന്നത്, ഒരല്പം ക്രോസിലാണ് ഇട്ടേക്കണേ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കൈയുടെ നീളം ഈ തുണിയെ ബാലൻസ് കിട്ടണമെങ്കിൽ തുണി അല്പം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൈയുടെ നീളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചരിച്ചിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ ക്രോസേ കൊടുത്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ക്രോസ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വരും, പക്ഷേ ഞാനൊരു ഇത്ര ചെരിച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ക്രോസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്ക് പീസ് ഞാനിവിടെ വെച്ചു. ബാക്ക് പീസ് ഇങ്ങനെ ക്രോസായിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ ആദ്യം ഈ ബാക്ക് പീസിൻ്റെ ഈ അരികെ ലെവൽ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം 4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു. ഇതാണ് ബാക്കിൻ്റെ സൈഡ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ മാർക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ഈ കൈക്കുഴി ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്യുക. കൈക്കുഴി ഇങ്ങനെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ കഴുത്ത് നമ്മളിങ്ങനെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഈ ഷോൾഡർ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. അങ്ങനെ ഷോൾഡർ കറക്റ്റായിട്ട് വരച്ച് ഷോൾഡർ നോട്ട് ചെയ്ത് കൈക്കുഴി നോട്ട് ചെയ്ത് കഴുത്തും ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കി വെച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് നേരെ വരയ്ക്കും. അപ്പോൾ ഇതിന് ആദ്യം നമ്മളിതിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ തയ്യൽ കഴിച്ച് നമുക്ക് തയ്ച്ച് വരുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടണം. അപ്പോൾ മുകളിൽ നമ്മൾ തയ്യൽ തുമ്പ് കഴിച്ചാണ് ടേപ്പ് അളക്കുന്നത്. അപ്പോൾ താഴെ തയ്യൽ തുമ്പിന് വേണ്ടി 4 ഇഞ്ച് ഇടണം. അപ്പോൾ 6-ൽ നിന്ന് 4 ഇഞ്ച് പോയാൽ 5.25 ഇഞ്ച്. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ 5.25 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഈ അളവ് ബ്ലൗസ് തന്നെ വെച്ച് നമുക്ക് ആ ഷേപ്പ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാണാൻ ഷേപ്പ്. അപ്പോൾ ആ അളവ് ബ്ലൗസ് വെച്ചിട്ട് നമുക്കിങ്ങനെ കറക്റ്റ് ഷേപ്പ് വരച്ചെടുക്കാം. കേട്ടോ, 6 ഇഞ്ച് ഇങ്ങനെ 5.25 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് കൊടുത്ത് വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ആംഹോൾ കർവ് വെച്ച് ആ ഷേപ്പ് കറക്റ്റ് ചെയ്യാം. ആണ് ഫ്രണ്ട് കഴുത്തിൻ്റെ ഷേപ്പ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് മെയിൻ ടക്കിൻ്റെ ഇറക്കമാണ്. അതായത് മെയിൻ ടാക്കിലേക്കുള്ള ബ്രസ്റ്റ് പോയിൻ്റാണ് മാർക്ക് ചെയ്യുന്നത്. അത് 9.5 ഇഞ്ചാണ്. ആ 9.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ബ്രസ്റ്റ് പോയിൻ്റ് മെയിൻ ടക്കിൻ്റെ പോയിൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അത് 9.5 ഇഞ്ച്. ഇനി നമ്മൾ ടക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യണം. അപ്പോൾ ടക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ അത് 3.5 ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടണം. അപ്പോൾ 3.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്താൽ മതി. 3.25 പോയിൻ്റ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് കിട്ടിയാൽ മതി. അപ്പോൾ 3.25 പോയിൻറ്റിൽ നമ്മൾ
ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അതാണ് ടക്കിൻ്റെ ഇറക്കം. അപ്പോൾ 3.25 പോയിൻ്റ് നമ്മൾ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 41.5 അപ്പോൾ അതിൻ്റെ 4 പറയുന്നത് 10.25 പോയിൻറ്റുമാണ്. അപ്പോൾ അതിനോട് നമ്മൾ 1/2 ഇഞ്ച് ടക്കിന് ചേർക്കണം. അപ്പോൾ 10.25 പോയിൻറ്റ്. അപ്പോൾ 10.25 പോയിൻറ്റുമാണ്. അതിനുശേഷം 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന ബ്രസ്റ്റിൻ്റെ അളവാണ്. ഇതിൻ്റെ ബ്രസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ ബ്രസ്റ്റിൻ്റെ അളവ് 40 ഇഞ്ച്. അപ്പോൾ 40ൻ്റെ 4 എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഈ 10 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്താൽ പോരാ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ടക്കിൻ്റെ ഈ പോയിൻറ്റിൻ്റെ അവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് അളവ് എടുക്കണേ. അപ്പോൾ അതായത് ഈ ടക്കിലേക്കുള്ള ഇറക്കം 9.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 9.5 ഇഞ്ച് എവിടെയാണോ ഇവിടെയാണ് നമ്മൾ 40 ഇഞ്ച് വരേണ്ടത്. അതാണ് ബ്രസ്റ്റ് അളവെന്ന് പറയുന്നത്. അപ്പോൾ ആ 40 ഇഞ്ച് ബ്രസ്റ്റ് അളവിന് നമ്മളതിൻ്റെ ബാക്കി അളവ് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ കൃത്യം 4 വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9.5 ഇഞ്ചിൽ നമ്മൾ അളന്ന് നോക്കുമ്പോഴല്ലോ, ഇവിടെ നമ്മൾ താഴെ 9.5 ഇഞ്ച് അളന്നു. ഇവിടെ നമ്മൾ ബാക്കി അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17.25 ഇഞ്ചേ ഉള്ളൂ. 17.25. അപ്പോൾ 17.25 ഇഞ്ചേ നമുക്ക് ബാക്കിലുള്ളൂ. അപ്പോൾ മൊത്തം നമുക്ക് 40 ഇഞ്ച് വേണം. അപ്പോൾ നമ്മുടെ ബാക്കി കട്ട് ചെയ്തേക്കണത് നമ്മൾ എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ ബാക്കി കട്ട് ചെയ്തപ്പോൾ നമ്മൾ അത് 18 ഇഞ്ച് കറക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 18 കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എത്ര കിട്ടണം? 22 ഇഞ്ച് കിട്ടണം. അപ്പോൾ 22 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 11 ഇഞ്ച്. അപ്പോൾ ആ 11 ഇഞ്ചാണ് നമ്മളോട് മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ടക്ക് പോയിൻറ്റിൻ്റെ അവിടെയാണ് നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവെടുക്കുന്നത്. അപ്പോൾ ആ ബ്രസ്റ്റ് ലൂസ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചിനെ നമ്മൾ 4 വായിക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. പക്ഷെ നമ്മൾ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്താൽ ബാക്കിൽ 18 ഇഞ്ചേ ഉള്ളൂ. ബാക്കിൽ 18 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്താൽ 19, 20, 38 ഇഞ്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ആ കുറവുള്ള 2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അങ്ങനെയാണ് കുറവുള്ള 2 ഇഞ്ച് ഫ്രണ്ടിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ മാർക്കിലേക്ക് നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈൻ നമ്മളിങ്ങനെ അതിനുശേഷം 1.25 ഇഞ്ച് തയ്യൽ തുമ്പും വരച്ചു. ശേഷം 1.25 ഇഞ്ച് തയ്യൽ തുമ്പും വരച്ചു. ഇനി നമുക്ക് ടക്കിൻ്റെ വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ടക്കിന് വീതി എത്ര ഇഞ്ച് വേണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ടക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാം. ടക്കിൻ്റെ അകലം തയ്യൽ തുമ്പ് കഴിച്ചിട്ട് 3.25 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് ടക്കിൻ്റെ അകലം 3.25 ഇഞ്ചാണ്. ഇനി നമുക്ക് ടക്കിൻ്റെ വീതിയാണ് കണ്ടുപിടിക്കുന്നത്. ടക്കിൻ്റെ വീതി എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റ് വണ്ണം ഉണ്ടല്ലോ, ഈ ബ്രസ്റ്റ് വണ്ണത്തിൽ നിന്ന് വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1, അതായത് ഈ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 ഈ അളവിൽ നിന്ന് വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 നമ്മൾ കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 8 ഇഞ്ച്.
ഇതിൻ്റെ വേസ്റ്റ് ലൂസ് എന്ന് പറയുന്നത് 32ആണ്. അപ്പോൾ അതിൻ്റെ 4 പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽത്തുമ്പ് കഴിച്ച 8 ഇഞ്ച്. അപ്പോൾ ആ 8 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഈ ബാലൻസ് ഉള്ളത് എത്രയുണ്ടെന്ന് നോക്കുക. അതായത് ഇത് ബ്രസ്റ്റിൻ്റെ ലൂസാണ്, ബ്രസ്റ്റിൻ്റെ 4/1 ആ 4/1 അളവിൽ നിന്ന് നമ്മൾ വേസ്റ്റ് ലൂസ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഈ ബ്രസ്റ്റ് അളവിൻ്റെ 4/1 ഈ കാണുന്നത്, അതായത് 11 ഇഞ്ച്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വേസ്റ്റ് അളവിൻ്റെ 4/1 കുറയ്ക്കുക. അപ്പോൾ വേസ്റ്റ് അളവിൻ്റെ 4/1 പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ആ 8 ഇഞ്ച് നമ്മൾ കുറച്ചു. അപ്പോൾ എത്രയുണ്ട്? 2.25 ഇഞ്ച്. അപ്പോൾ ഈ ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 2.25 ഇഞ്ചാണ്. അപ്പോൾ 1.25 പോയിൻറ്റും ഒരു സൈഡിലേക്ക്, മറ്റേ സൈഡിലേക്കും 1.25 പോയിൻറ്റും. അപ്പോൾ ഇതാണ് ടക്കിൻ്റെ വീതി. അപ്പോൾ അത് ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ബ്രസ്റ്റ് അളവിൻ്റെ 4/1 നിന്ന് വേസ്റ്റ് അളവിൻ്റെ 4/1 കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. അത് നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് ഈ ടക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇതിപ്പോൾ 3.25 ഇഞ്ചുണ്ട്. അപ്പോൾ ഈ 1/4 ഇഞ്ച് ഇങ്ങനെ ചെരുവുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ തയ്യൽ തുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് മറ്റേ സൈഡിൽ നിന്നുള്ള 2 ടക്ക് കൊടുക്കാം. ഇത് നമുക്കിവിടെ 1 ഇഞ്ച് നീക്കി കൊടുത്താൽ മതി. 1 ഇഞ്ച് നീക്കി കൊടുത്താൽ മതി. ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ച് നീക്കിയിടും. കക്ഷത്തിൽ നിന്ന് വരുന്ന അത് നമ്മളൊരു 1.25 ഇഞ്ച് അകത്തി കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ സ്കെയിൽ വെച്ച് ഞാനൊന്ന് വരയ്ക്കാം. പക്ഷേ ഇതിലേക്കാണ് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നേരെ നമ്മൾ പോയിന്റ് ചെയ്താണ് കേട്ടോ ടക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1.25 ഇഞ്ച് മാറ്റി, ഇവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റി ആ ടക്ക്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടണം. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ മാറ്റി മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കാണുക, ആ സെൻറ്ററിൽ സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട് കൈക്കുഴി നമ്മൾ വെട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടക്കിന് 1/4 ഇഞ്ച് വീതി മതി. അപ്പോൾ 2 സൈഡിലേക്ക് 1/4 1/2 ഇഞ്ച്. ഇവിടെ അതുപോലെ തന്നെ ഈ സൈഡ് ടക്ക് 1/4 ഇഞ്ച് 2 സൈഡിലേക്ക്, അങ്ങനെ 1/2 ഇഞ്ച്. ഇനി നമുക്ക് ഇതിന് കട്ടിമ്പടി ഇതിൻ്റെ അടിവശത്തെ ഷേപ്പാണ് കൊടുക്കുന്നത്. അടിവശത്തെ ഷേപ്പ് കൊടുക്കണതിനകത്ത് വെച്ചാൽ ഈ ടക്കിൻ്റെ പകുതി എത്രയാണോ അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച്. അപ്പോൾ ഇത് 3.25 ഇഞ്ചാണ്. 3.25 ഇഞ്ചിൻ്റെ പകുതി 1.5 പോയിൻറ്റ്. അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. അത് 1.5ആണ്. 1.25 പോയിൻറ്റ്. 3.25ൻ്റെ പകുതി 1.5 പോയിൻറ്റും അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച്. അപ്പോൾ 1.25. അപ്പോൾ 1.25 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ആ 1.25 തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിലേക്ക്, ടക്കിൻ്റെ ഈ പോയിന്റിലേക്ക് നമ്മൾ ആ ലൈൻ ഇങ്ങനെ വരയ്ക്കും.
അതിനുശേഷം ഈ മാർക്കിൽ നിന്ന് ആം ഹോൾ കർവ് വെച്ച് വേണം നമ്മളിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട്. ആ ഷേപ്പ് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് പടിക്കുള്ള ആ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടിങ് പടി ഇതിൽ വെട്ടാനുള്ള തുണി ഇതിൽ നിന്ന് ഒപ്പം വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് മുറിക്കാം. കാരണം വെച്ചാൽ ഇതിൽ നിന്ന് ഒപ്പം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്ക് ഇറക്കം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കട്ടിങ് പടി ഞാൻ രണ്ടാമത് വേറെ ഭാഗത്തു നിന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ട് ക്രോസാണ്. അപ്പോൾ ഫുൾ ക്രോസായിട്ട് കൊടുത്തിട്ടില്ല, ചെറിയൊരു ക്രോസേ കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തു, കൈക്കുഴി മാർക്ക് ചെയ്തു, ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു, ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തു, ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. ടക്കിൻ്റെ വീതി നമ്മൾ കണ്ടുപിടിക്കുന്നത് ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 നിന്ന് വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 കുറയ്ക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് ടക്കിൻ്റെ വീതി. അപ്പോൾ അത്രയും വീതി നമ്മൾ ടക്കിന് കൊടുത്തു. ഇപ്പോൾ സൈഡ് മെയിൻ ടക്കിൻ്റെ പോയിന്റിൽ നിന്ന് സൈഡ് ടക്കിലേക്ക് 1 ഇഞ്ചും കക്ഷത്തിൻ്റെ അങ്ങോട്ടുള്ള റിഗാളിൻ്റെ അങ്ങോട്ടുള്ള ടക്ക് നമ്മൾ 1.25 ഇഞ്ചും അകത്തി കൊടുത്തു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പീസ്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. നമുക്ക് ടക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ മാർക്കുകളെല്ലാം കറക്റ്റാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ നേരത്തെ എളുപ്പമുണ്ട്. കാരണം വെച്ചാൽ പിന്നെ നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ ഭാഗവും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്യലിന് വളരെ എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരു സൂചി എടുത്ത് ഈ ടക്കിൻ്റെ 3 ടക്കിൻ്റെയും പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് മറുവശത്ത് നമ്മൾ അതുപോലെ തന്നെ ടക്ക് മാർക്ക് ചെയ്യുക. ഇതാണ് ഫ്രണ്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈനിങ് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ 3-ാം ഭാഗമാണിത്. ഇനി നമുക്ക് 4-ാം ഭാഗത്തിൽ വീണ്ടും കാണാം.